ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ്. കൃഷ്ണക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂരിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ പുലർച്ചെ 4:30 യാത്ര തിരിച്ചത്, അതും ബൈക്കിലാണ്. ഈ സമയത്ത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ എത്തിയത് ഒരു 7 മണി ആകാൻ നേരത്താണ്. 4:30 പോയതിന് ശേഷം ഒരു 7 മണി ആകാൻ നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതിന് കാരണം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഈ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര കുറച്ച് ദുഷ്കരമായിരുന്നു. കാരണം മഴ പെയ്ത് ഭയങ്കര വലിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ വീട് വരുന്നത് പൂക്കിപ്പറമ്പാണ്. പൂക്കിപ്പറമ്പിൽ നിന്നും ഗുരുവായൂരിലേക്ക് ഒരു 1.5 മണിക്കൂർ മതി. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ 2.5 മണിക്കൂറിനടുത്തായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതും ആകെ കുടുങ്ങിപ്പോയ മറ്റായി. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വമ്പൻ തിരക്കായിരുന്നു. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുമെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ ഇത്ര തിരക്കുണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം ഈ വരി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ നടക്കിലേക്കും എത്തിയിരുന്നു വരി. അപ്പോൾ നമ്മൾ ആ വരിയിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമ്മളന്ന് ഉച്ച കഴിയും ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിറങ്ങണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ പുറത്തിലൂടെ ഞങ്ങൾ കയറി അമ്പലത്തിൻ്റെ പുറത്തിലൂടെ ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങി. അല്ലാതെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ചിത്രരചനയൊക്കെ ചുമർചിത്രങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. കാരണം അവിടെ മനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ് നമുക്ക് ഓൾറെഡി തന്നെ അതൊന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ വീഡിയോ എന്നാൽ ഓരോ ചിത്രങ്ങളും അതിൻ്റെതായ ഭംഗികളും കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തു. അതിമനോഹരമായിരുന്നു ഓരോ ചിത്രങ്ങളും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ചിത്രങ്ങൾ അത്രയും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഗുരുവായൂർ അമ്പലനടയിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ, ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ ചിത്രത്തിൽ എടുത്തു നിന്ന് തന്നെ ഞങ്ങൾ കുറേയേറെ ഫോട്ടോകളും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും പോയത്. അതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വമ്പൻ തിരക്കും അതുപോലെ തന്നെ കുറേയേറെ കല്യാണങ്ങളും നടക്കുന്നൊരു സമയമായിരുന്നു സൺഡേ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയേറെ തിരക്കുണ്ടാകാൻ കാരണം ഈ കല്യാണത്തിന് എന്തായാലും അത്യാവശ്യം ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ അവരും അതിന് പുറമെ മറ്റുള്ളവരും ഒക്കെ കൂടി അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ട് ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കായിരുന്നു. കാരണം ഫോട്ടോഗ്രാഫർമാരുണ്ട്, പിന്നെ അതേപോലെ തന്നെ മൊബൈൽ ഫോട്ടോ എടുക്കുന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പം നമ്മളടക്കം ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സൺഡേ ആണ്. ഇവിടെ ഗുരുവായൂരിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ സൺഡേ വരാൻ ശ്രമിക്കരുത്. അല്ലാത്ത ഏതെങ്കിലും ദിവസങ്ങൾ വരാൻ ശ്രമിക്കുക. കൂടുതൽ ബുധനാഴ്ചകളിൽ തിരക്ക് കമ്മിയായിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബുധനാഴ്ചകൾ വരികയാണെങ്കിൽ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ ഒക്കെ വരുന്ന ഒരാളാണെങ്കിൽ തലേന്ന് വന്ന് ഒരു 2 മണി 3 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ക്യൂ നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ എങ്കിൽ നമുക്ക് ദർശനം കിട്ടും. അല്ലാത്ത പക്കം നമ്മൾ വെറുതെ വന്ന് പോകുന്നത് മാതിരി ആയിരിക്കും. കാരണം ഇപ്പം തന്നെ ഞങ്ങൾ വന്നു, ഗുരുവായൂർ അമ്പലത്തിൽ വന്നു. പക്ഷേ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം കയറണമെങ്കിൽ ദൈവത്തെ ശരിക്കും ദർശിക്കണമെങ്കിൽ ക്യൂ നിൽക്കണം. ആ ക്യൂ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ക്യൂ നിന്നാൽ അന്ന് ഞങ്ങൾ കഴിച്ചിലാവില്ല. അതുതന്നെ ക്യൂ നിന്നില്ല. ഞങ്ങൾ പുറത്തിലൂടെ കയറി അമ്പലക്കുളത്തിൻ്റെ അടുത്തിലൂടെയുള്ള വഴിയിലൂടെ കയറി അമ്പലത്തിൻ്റെ പുറം ഒന്ന് ചുറ്റി അതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കാരണം ഉള്ളിലൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്കിന്ന് പെട്ടെന്ന് കഴിച്ചിലാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.